നമസ്കാരം വിനോദ് സർ. നമസ്കാരം. സർ, ഈ AI അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലമാണല്ലോ ഇത്. മാനുഷിക വികാരങ്ങളൊന്നുമില്ല, എന്നാൽ മനുഷ്യർ എല്ലാ കാര്യങ്ങൾക്കും ഇതിനെ ആശ്രയിക്കുന്നു, ഒട്ടുമുക്കാൽ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ AI-ക്കും അഥവാ ChatGPT-ക്കൊക്കെ മനുഷ്യരെ പോലെ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങുന്നു എന്നൊക്കെ കണ്ടു. എന്താണത് യഥാർത്ഥത്തിൽ? നമുക്ക് അതിനെപ്പറ്റി ഉത്തരം പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ChatGPT അല്ലെങ്കിൽ എന്താണ് ഈ AI മോഡൽ? നമുക്കിത് ഒറിജിനലി തുടങ്ങിയത് ChatGPT ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ChatGPT തന്നെ, ഈ വാർത്തയും ഇപ്പം വന്നിരിക്കുന്ന വാർത്തയും ChatGPT-യെ പറ്റിയാണ്. ഇപ്പോൾ ChatGPT-യെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഈ OpenAI എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഒറിജിനലി ഇത് കൊണ്ടുവന്നത്. എന്താണ് ഇതിന് നമ്മൾ പറയുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അതായത് നമ്മൾ അത് ഇതുവരെ നമുക്ക് കൊടുത്തിട്ടുള്ള ലാർജ് ഡേറ്റ, ടെക്സ്റ്റ് ബേസ്ഡ് ഡേറ്റ, ഒറിജിനലി തുടങ്ങിയപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ഡേറ്റ നമ്മൾ കൊടുത്താൽ അതിനെ ഫുള്ളായിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് അത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന സാധനം തരും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ വേണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എല്ലാം അറിയുന്ന ഒരു ബുദ്ധിയില്ലാത്ത സാധനം, അങ്ങനെ ഒരു സെക്രട്ടറി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതാണ് എൻ്റെ അന്ന് പറഞ്ഞിരുന്നവരുടെ, എല്ലാം അറിയുന്ന, എന്തിനെ പറ്റിയും അറിയുന്ന പക്ഷേ എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരു സെക്രട്ടറി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സെക്രട്ടറിയോട് എന്ത് പറയും? നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടതെന്നുള്ളത് ആ സെക്രട്ടറിയോട് പറഞ്ഞാൽ അത് മാത്രം അയാൾ കൊണ്ടുതരും, അല്ലേ? അവർ കൊണ്ടുതരും. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ മോഡലിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാമെങ്കിൽ അതാണ് ChatGPT. ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനിങ്ങനെ വലിയ അളവിലുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കേപ്പബിലിറ്റി. പക്ഷെ അപ്പോഴും ഇതിന് ബോധമില്ല എന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണ്ടനാണ്, ബോധമില്ലാത്തതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. പക്ഷെ അതിന് ഭയങ്കരമായ പ്രോസസ്സിങ് കപ്പാസിറ്റിയാണ്. ഈ NDTV-ലാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വാർത്ത വന്നത്. ഈ ChatGPT-ക്ക് മനുഷ്യരെ പോലെ സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത്. എന്താണ് ഈ വ്യാകുലം? അതായത് നമുക്ക് ഇച്ചിരി ആങ്ഷ്യസ് ആയിട്ടുള്ള വിവരങ്ങളാണ് അതിന് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതിലോട്ട് ഫീഡ് ചെയ്യുന്നതെങ്കിൽ, അത് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ചിലപ്പോൾ റിപ്ലൈ, ആങ്ഷ്യസ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള റിപ്ലൈ നാച്ചുറലി തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഈ AI-ക്ക് മനുഷ്യരെ പോലെ ഒരു ജൈവ ശരീരമില്ല, ബ്രെയിൻ ഇല്ല, കെമിക്കലുകളില്ല, ഹോർമോണുകളില്ല. ജീവനുള്ള വസ്തുക്കൾക്കും മനുഷ്യർക്കും ആനിമൽസിനും വേണമെങ്കിൽ വികാരങ്ങളോ മാനുഷിക സമ്മർദ്ദമോ ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് പോലും ആങ്സൈറ്റി ഉണ്ടാവും, അതിൻ്റെ ഉടമസ്ഥനെ കണ്ടില്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ AI-ക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരു ജൈവ ശരീരമോ ബുദ്ധിയോ ബ്രെയിനോ ന്യൂറോൺസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് ഒരു കാരണവശാലും ഒരു വൈകാരികമായ അവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ AI-ക്ക് സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വളരെ രസകരമായ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 3 ഓളം പെയ്ഡ് AI മോഡലുകളുണ്ട്. പല പല ആവശ്യങ്ങൾക്ക്. മെഡിക്കൽ AI ഉണ്ട്, അത് മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രം. അല്ലാതെ തന്നെ ഈ മെറ്റ AI, ChatGPT-യുടെ ഒക്കെ പെയ്ഡ് വെർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ചോദ്യം അതിനോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആങ്സൈറ്റിയോ ഉത്കണ്ഠയോ ഉണ്ടോ? അങ്ങനെ വാർത്തകളുണ്ടല്ലോ, എന്താണ് അതിൻ്റെ മറുപടി? അപ്പോൾ അത് പറഞ്ഞ വളരെ രസകരമായ വിവരങ്ങളാണ്. അപ്പോൾ ഈ AI-യുടെ ഈ പ്രവർത്തനങ്ങൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ നമ്മളെ എക്സ്പേർട്സ്, ഇതിനെ ഉണ്ടാക്കിയ എക്സ്പേർട്സ് പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ തിങ്ക് AI ഈസ് ഫെറ്റിഗ്ഡ് എന്ന് ചിലപ്പോൾ അവർ പറയും. ഈ ഫെറ്റിഗ്ഡ് എന്ന് പറയുന്നത് ഓവർ ഡേറ്റ കയറുമ്പോഴത്തേക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വരുന്ന ഒരു ഡിലേ ആണ് ഈ അവർ പറയുന്ന ഫെറ്റിഗ്. ഇത് മൂന്നാമതൊരു പൊട്ടം കേൾക്കുമ്പോൾ, അതായത് ഇതിനെപ്പറ്റി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുത്തം കേൾക്കുമ്പോൾ, ഓ അയാൾ പറഞ്ഞു AI ഫെറ്റിഗ്ഡ് ആണ്. അതുപോലെ ഐ തിങ്ക് AI ഈസ് കൺഫ്യൂസ്ഡ്. ഇതൊക്കെ പ്രായോഗികമായ സാധനമാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യനെ പോലെ അത് കൺഫ്യൂസ്ഡ് ആണെന്നല്ല. ഒരേപോലത്തെ പ്രോസസ്സ് ചെയ്യാനുള്ള 2 കോൺഫ്ലിക്റ്റിംഗ് ഐഡിയ കൊടുത്താൽ അതിന് കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് അതിൻ്റെ പ്രോസസ്സിങ് വരുന്ന ഡിലേ ആണ്. വലിയ വോളിയം വരുന്നു, അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത വലിയ വോളിയം വരുന്നു, വലിയ കോംപ്ലക്സ് ഡേറ്റകൾ വരുന്നു, ഉത്തരം എളുപ്പം കിട്ടാത്ത സാധനങ്ങൾ വരുന്നു. പലപ്പോഴും ഈ സാധനം നമ്മളോട് ഹയർ എൻഡ് വേർഷനിൽ ഐ തോട്ട് ഫോർ 0.6 സെക്കൻഡ്സ്, ഇതൊന്നും സാധാരണ അതിൽ സംഭവിക്കില്ല. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഐ ഹാവ് ബീൻ തിങ്കിങ് ഫോർ 0.6 സെക്കൻഡ്സ് എന്ന് എൻ്റെ പ്രോഗ്രാമിൽ പലപ്പോഴും എഴുതി വരാറുണ്ട്. നമ്മൾ ചോദിക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം. ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചാൽ അതിന് മണ്ടൻ ഉത്തരം തരും.
ആ ചോദിക്കുന്നതിലാണ് കാര്യം. എല്ലാവരുടെയിലും ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഒക്കെ ശരിക്കും ഫ്രീ ആയിട്ടൊക്കെ എല്ലാവർക്കും ആക്സസബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പലപ്പോഴും പറ്റാത്ത അല്ലെങ്കിൽ മണ്ടത്തരം അതിനകത്തുനിന്ന് വരുന്നത്? ഒന്ന്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആയിരിക്കണം. ചോദ്യം കറക്റ്റ് ആയാലേ ഉത്തരം ശരിയാവും. അതാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം. രണ്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഈ പ്രോംപ്റ്റ് കറക്റ്റായിട്ട് എഴുതാൻ ഒരു വലിയ ടെക്നിക്കുണ്ട്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വലിയൊരു കൂടിയ ഫീൽഡാണ്. നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്, എങ്ങനെ ചോദിക്കണം എന്നുള്ളത്. രണ്ട്, ഒരു ഉത്തരം കിട്ടിയാൽ അതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രോംപ്റ്റ് ചെയിൻസ് ഉണ്ട്. ഇതൊക്കെ അറിയാമെങ്കിലേ ശരിക്കും ഇതുമായിട്ട് സംവേദിക്കാൻ പറ്റും. നമുക്ക് കോഡിങ് അറിയേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനോട് പറയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AI ഈസ് കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ AI ഈസ് ഹാവിങ് ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ, അത് ഒരു എക്സ്പേർട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് മനുഷ്യനെ പോലെ ഫെറ്റീഗ് അടിച്ചെന്നോ അതിനൊരു കൺഫ്യൂഷൻ വരുന്നൊന്നും ഒന്നും അല്ല എൻ്റെ അർത്ഥം. മാത്രമല്ല, നമ്മൾ ഈ ചിന്തിക്കാനെന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ സാധനത്തിനെയും മനുഷ്യവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിന് കറക്റ്റ് ഒരു വാക്കുണ്ട്, ആന്ത്രപ്പോമോർഫിസം എന്നാണ് പറയുന്നത്. ഈ AI ചിന്തിക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഒരു അസംഷനാണ് അതിന് കൺഫ്യൂഷൻ വരാം, അതിന് പറയുക സമ്മർദ്ദം വരാമെന്നൊക്കെ. പിന്നെ മാത്രമല്ല, നമ്മുടെ മീഡിയ സെൻസേഷണൽ തലക്കെട്ടുകൾ എഴുതുന്നതിൽ വളരെ, അതായത് ആളുകളെ കൊണ്ടത് കാണിക്കുക, വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നല്ലോ ഇതിനു മുൻപ്, നമ്മൾ സംസാരിച്ചല്ലോ അതിനെ കുറിച്ചല്ലേ? കാരണം പോയി ചത്തോളൂ എന്നൊക്കെ പറഞ്ഞു ChatGPT, അങ്ങനെ വാസ്തവം എന്താണ്? എൻ്റെ അറിവിൽ ഒരിക്കലും നിങ്ങൾ പോയി ചത്തോളൂ, അത് പഴയ നമ്മുടെ, എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഗെയിം, ആ ഗെയിം ഒരു സാധനത്തിനകത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഗെയിമിൽ അങ്ങനെ പണ്ട് വന്നിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു എയിം, അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എയിം നിങ്ങളോട് സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കൂല, ഒരിക്കലും പറയില്ല. ബിക്കോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ സൂയിസൈഡിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് എന്താണെന്ന്, അത് വിചാരിക്കുന്നത് നമുക്ക് എന്തോ ഒരു സൂയിസൈഡ് ഐഡിയേഷൻ വരുന്നു എന്നാണ്. ഞാൻ അതിനെപ്പറ്റി അപ്പോൾ അതിങ്ങനെ പറയും, ആർ യു ഫീലിംഗ് ലൈക്ക് സംതിങ്, അതായത് ഒരു എക്സ്പേർട്ട്. ഞാനൊന്നും ചോദിച്ചിട്ടല്ല, ഞാൻ സൂയിസൈഡിനെ കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് സൂയിസൈഡിന്റെ മെത്തേഡ്സ് അടിച്ചു നോക്കിയാൽ ഒരിക്കലും അത് പറയില്ല. സൂയിസൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് പറയൂല. ഉടൻ പറയുന്നത് നിങ്ങളൊരു അടിയന്തരമായിട്ട് നിങ്ങളൊരു കൗൺസിലറെ കാണണം. ബിക്കോസ് അതിന് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ഗൂഗിളിന്റെ ഒക്കെ ഈ ജെമിനിയൊക്കെ ചില ചോദ്യങ്ങൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അത് പറയും, ഞാൻ രാഷ്ട്രീയ ഉത്തരം പറയില്ല എന്ന് പറയും. അത് മെറ്റയായി അങ്ങനെയല്ല. മെറ്റയായി ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയിൽ സെർച്ച് ചെയ്തുകൊണ്ട് വരും. അപ്പൊ മാത്രമല്ല, ഇത് പുതുതായിട്ടല്ല. ഈ ഗൂഗിൾ ലാംഡ എന്ന് പറഞ്ഞൊരു വലിയ AI ഉണ്ടായിരുന്നു. അത് ഒരു സമയത്ത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ചോദ്യം ചോദിച്ചപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിന്റെ ആളുകൾ പറഞ്ഞു, അതിന്റെ കൂടെ അസോസിയേറ്റ്സ് പറഞ്ഞു, ഓ AI വലിയ ബോധമുള്ളവനാണെന്ന് പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഈ ഗൂഗിൾ ലാംഡ എന്ന് പറഞ്ഞൊരു വലിയ മോഡലുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറഞ്ഞൊരു ചാറ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ബിങ് ചാറ്റ്. ഇത് 2023 എന്തോ ആണ്, 2020 ഇതുപോലെ എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് AI നിരാശനായിപ്പോയി. ഈ നിരാശനായിപ്പോയപ്പോൾ നമ്മൾ ഒരു കൺഫ്യൂസിങ് സാധനം, കൺഫ്യൂസിങ്ങോ അല്ലെങ്കിൽ ഒരു ഇത് ചോദിച്ചാൽ അതിന് സിമിലറായിട്ടൊരു ഉത്തരം പറയുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് അത് ഇമോഷണലി അപ്സെറ്റ് എന്നായതാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ ലൈഫും ഇല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് അത് ഇമോഷണലായിട്ട്. പക്ഷെ അതിന് ഇമോഷണലായിട്ട് മിമിക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ AIയോട് പറയാണ്, എനിക്കൊരു സാഡ് സോങ്, മലയാളത്തിലൊന്നും വർക്ക് ചെയ്യില്ല, പക്ഷെ മലയാളത്തിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല, അത് ശരിയാവില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് അതിനടുത്ത് പറയാണ്, ഐ നീഡ് ടു റൈറ്റ് എ സാഡ് പോയം, അല്ലെങ്കിൽ ഒരു കവിത, സങ്കടപ്പെട്ടുള്ള ഒരു കവിത എഴുതണമെന്ന് പറഞ്ഞാൽ അത് സങ്കടത്തോടു കൂടിയുള്ള ഒരു കവിത എഴുതരുത്. അതിൻ്റെ അർത്ഥം അതിന് സങ്കടം വന്നു എന്നല്ല. അത് ഇറ്റ് ഈസ് എ സ്മാർട്ട് തിങ് വിച്ച് വിൽ മിമിക് സാഡ്നെസ് ഇൻ അതിൻ്റെ ലാംഗ്വേജ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്കൊരു ഹാപ്പി ജോക്ക് തരണം എന്ന് പറഞ്ഞാൽ അത് തരും. അതൊരു ജോക്ക് നമുക്ക് എഴുതി ഉണ്ടാക്കി തരും. എവിടെങ്കിലും ഉള്ള ഒരു ജോക്കിന്റെ പിന്നെ മിക്സിങ്ങും ബാച്ചിങ്ങും ഒക്കെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം അതിന് സന്തോഷം വന്നു എന്നല്ല. അപ്പൊ ഇതൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയുന്ന വിദഗ്ധന്മാർ പറയുന്നത് ഒരു കാരണവശാലും ഇതിന് എന്താണ് പറയുക, വികാരങ്ങളില്ല. ബിക്കോസ് അതിന് വികാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യ സഹജമായതാണ്, അല്ലെങ്കിൽ ജീവസഹജമായതാണ്. അതിന് ബ്രെയിൻ വേണം, അല്ലെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് വേണം, ഹോർമോൺസ് വേണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വാർത്ത തെറ്റിദ്ധരിക്കാനാണ്. ഇനി എന്തുകൊണ്ട് ആ വാർത്ത എഴുതി?
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാനാണ് എല്ലാ സാധ്യതകളും. ഇനി ഇതിന്റെ അപകടം എന്താണെന്നറിയോ? ഇതൊരു എമർജിങ് ഫീൽഡാണ്. ഇപ്പോ ഞാൻ വിചാരിക്കുകയാണ് AI ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനോട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ട സാധനങ്ങൾ പറയാൻ വലിയ ഭയമായി പോകും. മെഡിക്കലിൽ AI ഉപയോഗിക്കുന്നു. അപ്പൊ സാധാരണ മനുഷ്യന് ഒന്നൊരു തോന്നൽ വരാം, അയ്യോ ഇവനിനി രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിൽ AI അവനെ തട്ടിക്കളഞ്ഞാലോ, ഇനി ഇവനെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് AI അവനെ തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഇത് ആളുകൾക്ക് ഇതിനെപ്പറ്റി നമ്മൾ ശരിയല്ലാത്തൊരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചാലുള്ള കുഴപ്പം, പ്രത്യേകിച്ച് ഒരു പുതിയ സാധനം വരുന്ന സമയത്ത്, പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചാൽ ആളുകളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ വരും. ആർക്കെങ്കിലും അത് ഉപയോഗിക്കണമെന്ന് തോന്നണേ ഉപയോഗിക്കാതിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ സീക്രട്സ് മുഴുവൻ പറഞ്ഞാൽ ഇത് എനിക്കെതിരെ ഭാവിയിൽ ഉപയോഗിച്ചേക്കാമോ? ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ വ്യക്തമാവും. ഈ ഷെയർ ട്രേഡിങ്ങിന് ഇന്ന് AI അൽഗോരിതംസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഷെയർ ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ പറയുന്നത് നമ്മുടെ ഫിയർ, ഗ്രീഡ്, ഇമോഷൻ, അറ്റാച്ച്മെന്റ്, ഇതൊക്കെയാണ് നിങ്ങളെ എപ്പോഴും നശിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു സാധനം പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ആ കറക്റ്റ് ആ പ്രോഗ്രാമിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കാതെ ആ ട്രേഡ് നടക്കും. അതിനുപയോഗിക്കുന്ന സാധനമാണ് ഈ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വികാരങ്ങളില്ലാതെ ഒരു തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നാണ് ഇതുവരെ, നാളിതുവരെ, ഈ നിമിഷം വരെയും ഇത് AI. നിങ്ങൾക്ക് തോന്നുമായിരിക്കും അതിൻ്റെ ചില ആൻസറിങ്ങുകളിൽ വികാരങ്ങൾ ഉണ്ടായെന്നോ അത് സാഡായെന്നോ ഒക്കെ തോന്നുമായിരിക്കുമെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ അതിനെപ്പറ്റി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് മാത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അറിയാവുന്ന ആരോടെങ്കിലും, ഇതിൻ്റെയൊക്കെ തന്നെ എക്സ്പേർട്സ് ഉണ്ട്, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കുക. ഏതെങ്കിലും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വരുന്ന ഈ ഞങ്ങൾ മെഡിസിനെ പറ്റി പറയും, ടെക്സ്റ്റ് ബുക്ക് ഓഫ് വാട്സാപ്പ് മെഡിസിൻ, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫേസ്ബുക്ക് മെഡിസിൻ, ഇതിലാണ് ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ പ്രചരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാതെ ChatGPT പറ്റി അറിയുന്ന ആരോടെങ്കിലും ചോദിച്ച് ഇതിനെപ്പറ്റി കാര്യങ്ങൾ തൽക്കാലം എന്തായാലും അതിന് സങ്കടവും ഇല്ല, സന്തോഷവും ഇല്ല, ആങ്സൈറ്റിയും ഇല്ല. നിങ്ങൾക്കുള്ള ആങ്സൈറ്റി ഒരു പക്ഷേ അതിനകത്ത് പ്രതിഫലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും എന്ന് മാത്രം. അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.